നമ്മൾ ഇതുവരെയാണ് കണ്ടത്. സിഗ്മ ബോബ് നമ്മൾ കണ്ടു. ഇതും നമ്മൾ കണ്ട വീഡിയോയാ. ബാബു ഷേഡ് ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, മീറ്റപ്പിൽ ചാൻസ് ഉണ്ടാവും, ഉറപ്പായിട്ടും കൊടുക്കാം ബ്രോ, അങ്ങനെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാം. ബാബു ഹാക്കിങ് ചെയ്യണം. ഹാക്കിംഗ് ഒന്നും അല്ല, അത് ഒരു SDK ആണ്, അത് ഇൻസ്റ്റാൾ ചെയ്യണം, കുറച്ച് പാടാണ്, അത്രേ ഉള്ളൂ. ഇന്ന് പമ്പ് ഓപ്ഷൻ ഉണ്ടോ? ഇന്ന് പമ്പ് ഓപ്ഷനോ? ഇല്ലല്ലോ, പമ്പ് ഓപ്ഷൻ പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ, ഇന്ന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത് വിശേഷമായിട്ടാണ് കേട്ടോ. ഞാൻ റെയ്ന തന്നെ. അവാടാ മോനെ റെയ്ന. अब है सामने इसे चूलू जरा मर जाऊं या जी लूं जरा. സെറ്റിമസ് നല്ല പാട്ട് കൊള്ളാം. നല്ല ഇങ്ങനെയൊക്കെ കഴിവുള്ളവർക്ക് നമുക്ക് എന്തായാലും അവസരം എന്തായാലും സെറ്റായി കൊടുക്കാൻ പറ്റും. ചന്ദ്ര മാർഷൽ ഒരു ഗില്ല് എടുക്കുന്നു, അൾട്ട് ഇടുന്നു, അവനെ അടിക്കുന്നു. മാർഷൽ എടുക്കുന്നു. അങ്ങനൊന്നും വിചാരിക്കണ്ട, നീയാണ് കിടലെന്ന് വിചാരിച്ചോണ്ട് കളി. അങ്ങനെ വിചാരിച്ച മൂഞ്ചും. സീലോങ് പൂമ്പോട്ട് നേട് എല്ലാ കിട്ടിയ. I am the ghost of the Uchiha. ചന്ദ്രൻ പറഞ്ഞില്ലേ നീയാണ് അടിച്ചാടി പന്നി ചന്ദ്രക്ക് ഏതല്ലേ ഇജാതി ക്ലച്ച് കോഡ് ചന്ദ്രൻ. മാഡത്തിന്റെ പേരെന്താ മാഡം? പക്ഷെ മാഡം ശരിക്കും EMS-ലായിരുന്നു ആദ്യം കയറാനുള്ളത്. അല്ല മാഡം EMS-ൽ കയറേണ്ടതാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട് മാഡം. അത് എന്താണെന്ന് ചോദിച്ചേ? ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ ശ്വാസം നിന്നുപോയി. CPR തരണമെങ്കിൽ മാഡം EMS ആയിരിക്കണ്ടേ? ബാബു നമ്പൂരി സോറി, ഇനി ഞാൻ പറയൂല ഇങ്ങനെ. മാഡം ഒരു കേസ് ഉണ്ടായിരുന്നു. മാഡത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കണം സാറേ. കാരണം മാഡം ഓഫീസറിനെതിരെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും മാഡം. എന്നാ എന്റെ പോയ സാധന ഹൃദയമാണ്, അത് മോട്ടിച്ചത് മാഡം ആണ്. ചന്ദ്ര അയ്യോ അതൊക്കെ എന്തൊരു കേസാന്തോ. ക്രിഞ്ചോളി ബാബു, ക്രിഞ്ച് പട്ടി, ഞാൻ തന്നെ ക്രിഞ്ച് പട്ടി. പുഷ്പണ്ണന്റെ മാസ്. ഇനി പൊക്കട്ടാ, ഇനി പൊക്കട കാണിച്ചത്. അല്ല തിരിഞ്ഞിരിക്കുമ്പോ റെഡിയുണ്ട്, തിരിഞ്ഞിരുന്നാലേ ഇടിക്കുള്ളൂ. കണ്ണൊക്കെ വരട്ടെ. പുഷ്പണ്ണ അത് കഴിഞ്ഞിട്ട് കളിക്കണ കണ്ടത് കണ്ണൊക്കെ വന്നിട്ട്. കൂടെ ഉള്ളവരൊക്കെ കളിക്കും. എനിക്ക് അത്രേ ഉള്ളത് എനിക്ക് അറിയാം. ശരി, ബാക്കിയുള്ളവരൊക്കെ കളിക്കും. വെടിവെക്കാനൊക്കെ കഴിവുള്ള പിള്ളേരൊക്കെ ഉണ്ട്. പുഷ്പണ്ണൻ പക്ഷേ കാണിച്ചു തരണം. ഫ്ലവറെണ്ണം കാണിച്ചു തരണത്. ഫ്ലവറിൻ്റെ ഈയിടയ്ക്കുള്ള താളമൊക്കെ ഭയങ്കര താളമാണ്. ഞാൻ തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് പറഞ്ഞത്. എനിക്ക് അങ്ങനെ തോന്നി. 1-2 മെസ്സേജുകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ തോന്നി.
ഇതിൽ മെയിനായിട്ട് പിടിക്കാത്ത ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നാൻ മെയിനായിട്ട് കാരണം ഒറ്റ ഡയലോഗ്, സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെന്ന്. നമ്മളെന്തോ അവൻ്റെ പുറകെ പോയി അവനുമായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ പോകുന്ന പോലെ അവൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് കേൾക്കുമ്പോഴാണ് പെരുത്ത് കയറണത്, സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ലെന്ന്. ഇതെന്തായിരുന്നു കാണിക്കുകയാണ്, ഞാൻ കണ്ടോണ്ടിരിക്കണേ, ഞാൻ മറന്നുപോയി. തക്കാളിക്ക് വേണ്ടി ഇത് ഞാൻ കണ്ടതല്ലേ. ദ റിയാക്ഷൻ ഓഫ് ആർ പി ലോസ് ഹു വാച്ച്ഡ് യെസ്റ്റർഡേസ് ടിവി ആർ പി സീരീസ്. ഇത് ഏത് RP ആയിരുന്നടാ? എടാ ഇത് നേരത്തെ ഇറക്കിയാണല്ലോ, ഇതാണോ? ഇത് ഏതാണ്? ഇത് പഴയതല്ലേ? ഓക്കെ 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 ഫാഷൻ ഇതിന്റെ അതിന്റെ ഓക്കെ 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 ഓക്കെ. മരണത്തിന്റെ നിമിഷത്തിൽ പോലും അവൻ എന്താ പറഞ്ഞെന്നറിയൂ? എടാ നീ എന്നെ റേപ്പൊന്നും ചെയ്യില്ലല്ലോ, ഒന്ന് പോടാ. എടാ എന്താണ് അതിന് ആ സാധനത്തിനായിട്ട് ഡയലോഗ് എവിടെ എല്ലായിടത്തും കുത്തി നിറച്ച് ഉറപ്പിക്കുവല്ലേ. ബൊബോയ് നുമ്മ ബൊബോയ് ആശാൻ അത്രേ ഉള്ളോ? ഏതാ നുമ്മ ബൊബോയ്? എല്ലാവരും നിങ്ങളുടെ ഈ ചൂണ്ട് വിരൽ കൊണ്ട് നിങ്ങളെ താടിയിൽ ഇതുപോലെ തൊട്ടെ, പെട്ടെന്ന് തൊട്ടേ ഒന്ന് തൊട്ടോ എല്ലാവരും ഇതുപോലെ. ഓക്കെ, ഇപ്പൊ താടിയിൽ തൊട്ട് കാണും, കുറെ പേര് തൊട്ട് കാണില്ല. പക്ഷെ തൊട്ടവർ തൊട്ടത് ഒരിക്കലും താടിയിലാകില്ല, നിങ്ങളുടെ കവിളിലായിരിക്കും തൊട്ടത് തന്നെ. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഞാൻ പറഞ്ഞതല്ല കേട്ടത്, ഞാൻ എന്താണോ ചെയ്തത് അതാണ് നിങ്ങൾ അനുസരിച്ചത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. കുട്ടികൾക്ക് നമ്മളൊരു ഉപദേശം കൊടുക്കുമ്പോൾ അവരോട് നമ്മൾ കാര്യങ്ങൾ പറയാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു കൊടുക്കുക, അവരത് ഫോളോ ചെയ്തോളൂ. ഓക്കെ ശരി ശരി, നല്ലൊരു ഇതാണ് അത്, കാര്യം നല്ല കാര്യമാണ്. ഇവിടെ പശു ആണോ ഇപ്പൊ അമ്മേന്ന് വിളിക്കണോ? ഭക്ഷണം കഴിച്ചടേ? അമ്മ കഴിച്ചമ്മ, ഞാൻ കഴിച്ചടേ? ഞാനും കഴിച്ചമ്മ. അമ്മ കഴിച്ചമ്മ, ഞാൻ കഴിച്ചമ്മന്ന്. എന്നെ കേക്ക് പെട്ടി കൊടുത്തടേ? അമ്മ കൊടുത്ത, ഞാൻ കൊടുത്തടേ? അമ്മ ഞാൻ 10 ലക്ഷം കൊടുക്കത്തോലില്ല, അത്ര പോരായില്ലേ? എന്നെ വെറുതെ ഇരിക്കല്ലേ, ഞാൻ തരാണ് ഇന്നാള്. മറ്റേ ഒരെണ്ണം തന്നിട്ടല്ലേ? നല്ലൊരു ഒരു ഐഡിയ 222 മാർക്ക് തന്നിട്ടുണ്ട്. ഇനിയൊന്നും തന്നില്ല. എന്താ ഗ്യാങ് പെട്ടി എന്റെ കയ്യിൽ പൈസ വയ്ക്കുന്ന? നീ എന്ത് തോന്നിയാ സാറാ നീ പറയുന്ന? ഞാൻ തരത്തൊന്നുമില്ല. അടിച്ചിന്റെ പോകുന്നേ കറക്ക പൈസ. എന്നിട്ട് അതില് ഉമ്മന്ന് വിശച്ചിത്തല്ല. കടല കണ്ണാപ്പിക്ക് ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. കണ്ണാപ്പി അവരല്ലേ, അവരെ കിട്ടട്ടെ. 222 മാർക്ക് എന്ന് പറഞ്ഞ ചില്ലറ പൈസയാണോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ ബീച്ചും കാണാ?
വണ്ടി. ഇത് വണ്ടി ഒരു മുതല് വണ്ടിയാ. സ്പെയർ കിട്ടാതെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സ്പെയർ കിട്ടാതെ 2 മാസമായിട്ട് വർക്ക്ഷോപ്പിൽ ഇടേണ്ടി വന്നു. പക്ഷെ ആ ഒരു വണ്ടിയുടെ പവർ വേറെ അല്ല. മസ്റ്റാങ് 5 ലിറ്റർ എഞ്ചിൻ. 20 വയസ്സായി കഴിഞ്ഞാൽ ഓരോ ആൺകുട്ടികളുടെ ജീവിതത്തിലും തിരിഞ്ഞും മറിഞ്ഞും കടന്നു കഴിഞ്ഞാൽ പോലും ഉറക്കു വരാത്ത ഒരു രാത്രിയെങ്കിലും ഉണ്ടായിരുന്നു. ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ള ചിന്തയും എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ടായിട്ടും അവർ കഴിവില്ലാത്തതിന്റെ പേരിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷനും എവിടെ പോയി കഴിഞ്ഞാലും പകല് മുഴുവന് നാട്ടുകാരുടെ ജോലി ആയാലും എന്നുള്ള ചോദ്യവും ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ജോലി കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ വീട്ടുകാർ വരെ ചോദിക്കും. ഞാൻ അജ്മൽ അന്ന് മീറ്റപ്പില് LED സെറ്റപ്പ് ചെയ്തില്ലേ, എന്തേലും ഉണ്ടല്ലോ FFKC രീതിയിൽ വിളിക്കണേ. ഓക്കെ ബ്രോ. ജോലി കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ വീട്ടുകാർ വരെ ചോദിക്കും ഒന്ന് പണിക്ക് പോയി. അത് ഫുള്ള് വ്യക്തമായില്ല, വീഡിയോ ഫുള്ള് ഇല്ലെന്ന് തോന്നാം. കൊള്ളാവണ. വിഷയം ബാബുശ്ശേട്ട TVS സ്റ്റോറി അറിയുന്ന പോലെ ചെയ്താണ്. ബാബുശ്ശേട്ട TVS സ്റ്റോറി അറിയുന്ന പോലെ ചെയ്തതാണ്. പിന്നെ നല്ല ജലദോഷമുണ്ട്, സൗണ്ട് ശരിയല്ല. ഫുൾ വീഡിയോ സിഡ്സോ ഗെയിമിംഗ് വൈറ്റ് എന്ന ചാനലിൽ ഉണ്ട്, കയറി കാണണേ. ഓക്കെടാ. ബാംഗ്ലൂർ പഠിക്കുന്ന കാലത്താണ് ഗെയിമിംഗ് മേഖലയിലോട്ട് കടന്നു വരുന്നത്. PUBG ഗെയിം കളിക്കാൻ തുടങ്ങി. അതിലൂടെ കരിയർ കണ്ടെത്താൻ നിലയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഈഗിൾ ഗെയിമിംഗ് എന്നവൻ യൂട്യൂബ് ചാനലിൽ പേരിട്ടു. എന്നാൽ ഇടയ്ക്കൊന്ന് PUBG ബാനായിപ്പോയി. അങ്ങനെ അവൻ GTA 5 റോൾ പ്ലേ കളിക്കാൻ തുടങ്ങി. അതിലൊരു നെയിം ഇടുന്നു, പരുന്തുവാസു. അങ്ങനെ ഒരു ദിവസം ഫ്രണ്ട്സുമായി കറങ്ങി നടക്കുമ്പോൾ ഒരു വീട് കാണുന്നു. അവനും അവൻ്റെ ഫ്രണ്ട്സും ആ വീടിൻ്റെ ഭംഗി കണ്ടും ആ വീട് ആസ്വദിക്കാനും വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. എന്നാൽ അവൻ അറിഞ്ഞില്ല അതൊരു ഗ്യാങ് ഹൗസ് ആണെന്നും ഒരു ഗ്യാങ്ങിൻ്റെ പ്ലേസ് ആണെന്നും. അങ്ങനെ അവിടെയുള്ള ആൾക്കാർ അവൻ്റെയും അവൻ്റെ ഫ്രണ്ട്സിനെയും കളിയാക്കി ആട്ടിവിടുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സ് പറഞ്ഞു, എനിക്കും ഒരു ഗ്യാങ് വേണം. അങ്ങനെ രോമാഞ്ചോട്ടോ. എനിക്ക് അത്രയും കേട്ടപ്പോ തന്നെ ലാസ്റ്റ് ഒരു രോമാഞ്ചം അടിച്ചു. കാരണം കൊള്ളായിരിക്കും. വാസവനല്ലേ ഇന്ന്? വാസവന് വരുമല്ലോ. ഇന്നലെ വന്നില്ലല്ലോ. ഇന്നലെ വരാത്തോണ്ട് ഇന്ന് വരുമായിരിക്കും. എന്തായാലും വരുമായിരിക്കും ഗൈസ്. ഇന്നലെ വരാത്തോണ്ട് ഇന്ന് വരും എന്തായാലും. अब तेरे बिना यहाँ मेरी सांसें जैसे बिना निंदिया की रातें. സത്യല്ലേ, അതിലെ എല്ലാ സീനിലും ബ്ലൂ കാർ ക്രാഷ് ആവും. എല്ലാ സീനിലും എപ്പോ കാണിച്ചാലും ബ്ലൂ കാർ ക്രാഷ് ആക്കും. എന്തൊരു കരുതലാണ് അമ്മ നിങ്ങൾക്ക്. മോളെ അങ്കറാ. മോളെ ആങ്കർ മോളെ. എനിക്ക് മോളെ വലിയ ഇഷ്ടമാണ്. എൻ്റെ മോളെ പോലെ. ആങ്കർ മോള് നിഷ്കളങ്കയായ മോളാണ്. അഹങ്കാരം കുറച്ചു പോലും ഇല്ലാത്ത മോള്. ആങ്കർ മോളെ. എൻ്റെ വാട്സാപ്പ് നമ്പർ. മോളെ എന്നെ മോളെ അച്ഛനെ പോലെ കരുതിയാൽ മതി. ടാലന്റ്. ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു 10 മിനിറ്റ് ഞാൻ ഇരുന്ന് കേട്ടെ ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങും. അത്രയും കിടിലായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. തോമയൊക്കെ മൾട്ടി ടാലന്റഡ്. ദ യൂത്ത് ഓഫ് മൾട്ടി ടാലന്റഡ് ഐക്കൺ. ഇപ്പൊ കിട്ടിയ സാധനം വണ്ടിയിൽ വെച്ച സാധനം പിന്നെ നിന്റെയൊക്കെ പിന്നെ എവിടെ വെച്ചേക്കുന്നത് ഇത്? ഞങ്ങൾ ഗ്യാങ് ഹൗസ് ഉണ്ട്, ലോക്കർ ഉണ്ട്. അതെ, ഇത് എത്ര കൂടെ സാധനമാണെന്ന് എനിക്കറിയാം. എനിക്ക് കാശ് കിട്ടില്ല നേരെ നിന്റെ ഗ്യാങ് ഹൗസ് ഞാനങ്ങ് വരും. വരും. എന്നിട്ട് ഞാൻ പോലീസുകാരെയും കൊണ്ടായിരിക്കും വരുന്നത്. സാധനം സ്റ്റഫ് ഗ്യാങ് ഹൗസിലോട്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഒരു റൈഡും കൊണ്ട് ഞാനങ്ങ് വരും. അപ്പാപ്പന്റെ കീറിയ മുണ്ട് വരെ റൈഡ് എടുക്കും.
എന്തിനാ ബ്ലൗസ് വയ്ക്കാനാ? ഇനിയും പാസ്പോർട്ടിനും പല കേസുകളിലും ഒരു ഇങ്ങനെ കത്തിക്കേറി വരും എന്നാ തുമ്മിയാണയോ. അങ്ങനെയല്ല, ഇതുപോലെയാണ് വാസോടെ നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞ അവസാനം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറയാൻ ഒരു അവസരം ഇട്ട് കൊടുക്കും. ഇതുപോലെ ഇതാണ് വാസോടെ ചാറ്റ് റിവലന്റ് DC ലിങ്ക് കിട്ടോ? ചാറ്റിൽ ഇതിൽ ലിങ്ക് ഇട്ടിട്ട് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ലടാ, അതാണ് സീൻ. ഇതിൽ ലിങ്ക് ഇട്ട് എടുക്കാൻ പറ്റത്തില്ല. എന്തില് കേസ് എന്തരുത്? പോട്ടെ, എന്റെ വൈഫാണത്. അതിഥിയുടെ ഒരു വൺലൈൻ അടിച്ച് നോക്കിയാട്ടാ. അതിഥിയുടെ ഒരു വൺലൈൻ അടിച്ച് ഇഷ്ടപ്പെടേണ്ടത് ഭയങ്കര തിരിയായിരുന്നു. ഞാൻ പറഞ്ഞ മാഡം എന്തിനാ പോലീസ് കയറിയത്? ശരിക്കും മാഡം EMS കയറാനുള്ളതെന്ന്. അതെന്താ സാറേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാഡത്തിനെ കണ്ടു പറഞ്ഞ എന്റെ ശ്വാസം വരെ നിന്ന് പോയി. മാഡം EMS എനിക്കിപ്പോ ശ്വാസം തന്നൂടായിരുന്നു എന്ന്. ഹലോ ഹലോ, ഇല്ലാട്ടാ. ഓക്കെ, ഞാൻ മറന്നിരിക്കുന്നു. സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം ഓക്കെ. ഈ സീനിൽ മനസ്സിലാവണല്ലേ ഇപ്പോഴൊക്കെ ഒരു സീന്. എന്തൊരു സീനാണ് ഇത്. കണ്ടതാ ബ്രോ, കണ്ടതാ, എനിക്ക് കണ്ടതാ. ഇത് നിക്കറിടാന്ന് പറഞ്ഞാലും ആരും ശ്രദ്ധിക്കില്ല. ഇങ്ങനെ ഇരിക്കുന്നേ നിക്കറിട്ടിട്ട് ഷർട്ട് വരാം. ബാലെന്തറാ പറ്റിയത് അണ്ണാ? അതും പോയി. ഗോൾഡ് നയിക്കാനല്ല, ഗോൾഡാക്കിയ സ്പാം ഗോൾഡ് ഗൈസ്, ഗോൾഡ് സ്പാം കുറച്ച് ഞാൻ പറയുമ്പോ അവസ്ഥയാടാ. കണ്ട എനിക്ക് വരെ സങ്കടം വന്ന് പാവോടാ. ഗോൾഡ് എഴുതി അയക്കണം. ദൈവേ, ഗോൾഡ് ടൈപ്പ് ചെയ്ത് അയക്കണം. വരുന്നത് ഒരു കാലത്തും അല്ലെ വേണ്ട. പാവം, ഞാൻ പ്രാവത്തില്ല. അയച്ചാ ഞാൻ പ്രാവത്തില്ല. സത്യം പ്രാവത്തില്ല. സൗണ്ട് സൗണ്ട് എന്റെ കംപ്ലൈന്റ് അല്ല. അപ്പൊ സൗണ്ട് ഇല്ലാതെ വീഡിയോ ഇട്ട് ആളെ പറ്റിക്കുന്നോടാ. TG versus all gangs, the biggest war in history. ഓക്കെ, കാണാം ബ്രോ, കാണാം. ഈഗോ ഉണ്ടായത് മൊല്ലാലിയുടെ അവിടെ നിന്നാണ്. ക്ലീൻ എക്സാമ്പിൾ. അതല്ല ആ പേരെണ്ണൊന്നും കൂടെ അല്ലിച്ചോണേ. ഈഗിൾ ഗെയിമിംഗ് OP EGO. ഈഗോ, അതിന് ശരിക്കും ഈഗോ അവിടെ നിന്നാണ് വന്നത്. ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനല്ല ബാബു. EGOP ഈഗോ പൊണ്ട. ഈ വീഡിയോ കാണുമ്പോ ഈഗോ തിളവും. യൂട്യൂബ് റിയാക്ഷൻസ് ലാസ്റ്റ് കാണാം കേട്ടോ. യൂട്യൂബ് ലാസ്റ്റ് കാണാം. നീ
തിരക്കണത്. ക്യൂട്ട് വീഡിയോ അല്ലേ? കൊച്ചിന്റെ പേരായിരിക്കോ? നൈസ് വീഡിയോ അല്ലേ? ഒരു ക്യൂട്ട് ഫീലിംഗ്. ഉണ്ണിയെ പോലെ ആവുന്ന തെറ്റുണ്ടോ? ഈ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ആളുകളെ വക്കീല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൊളിറ്റീഷ്യൻസ്, ബിസിനസ്മെൻ, വേൾഡ് ലീഡേഴ്സ്, അവരൊക്കെ ആ പൊസിഷനിൽ എത്തിയത് ഈ ഹാർഡ് വർക്കും പെർസിവറൻസും ഡെഡിക്കേഷനും കൊണ്ട് മാത്രമാണെന്ന് വക്കീലിന് തോന്നുന്നുണ്ടോ? മീനാക്ഷി, തെറ്റ് ആര് ചെയ്താലും അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടും. എനിക്ക് കർമ്മയിൽ വിശ്വാസമുണ്ട്. വിശ്വാസം നല്ല ഇങ്ങനെ ഊമ്പിത്തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാം. ഈ ക്യാരക്ടർ 1 ലിറ്റാണ് കേട്ടോ. 1 ലിറ്റ് ക്യാരക്ടറാണ്. എന്തൊക്കെ കൊറേ സീനുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തൊക്കെ കൊറേ സീനും ഡയലോഗുകളുണ്ട്. നമ്മള് ചോദിക്കും ബ്രോ ഹെൽപ്പ് വേണം, 10,000 രൂപ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറയും. അങ്ങനെയാണ് നീ എല്ലാവരും ചൂടാ ഗുലാന്റെ അടുത്തൊക്കെ പോയി അമ്മി കളിക്കാൻ നിന്നാ പിന്നെ ഗുലാനൊക്കെ പറയൂലേ? ഗുലാന്റെ അടുത്ത് പോയി നിന്നിട്ട് അമ്പി കളിക്കണം. കാട്ടാളന്റെ വീഡിയോ ഒക്കെ നോക്കാം. എന്തായാലും ഞാൻ കണ്ടിട്ടേ കയറുള്ളൂ. ഇത്രയും പേര് പറഞ്ഞില്ലേ എന്താണ് നോക്കണമല്ലോ. ഞാൻ കണ്ടൊരു സുന്ദരിയാളിവനാണല്ലോ. അതല്ലേ പാട്ടൊന്ന് ട്രൈ ചെയ്യാൻ 200ഓളം ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു പാട്ടൊന്ന് ട്രൈ ചെയ്യാൻ. നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് മൂലം ഞാൻ ഈ പാട്ടൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പൊ എല്ലാരും കേട്ടു. ലിറിക്സ് തുടങ്ങിയിട്ടുണ്ട്. ചരിത്രം സ്വപ്നം ചിലതുകളാടുന്നു ഉല്ലാസം അത് വേണ്ട ഈ മെച്ചോടത്തെന്ന് തുടങ്ങാം. ഇതല്ല, ഇതാ പാട്ടല്ല. എടാ നിന്റെയൊക്കെ വായ നട്ടാ പോരായിരുന്നോ? ഇവിടുന്ന് എല്ലാരും നോക്കിക്കോ. നീ പോകുന്നത് നാശത്തിലേക്കാണ്. ക്യാമറ വരുത്തരാ. ചരിത്രം സ്വപ്നം ചിലതുകളാടുന്നു ഉല്ലാസം പെൺകിട. അത് വേണ്ട ഈ ഇത് വേണ്ട മെച്ചോടത്തെന്ന് തുടങ്ങാം. ഇതല്ല, ഇതാ പാട്ടല്ല. എടാ നിന്റെയൊക്കെ വായ നട്ടാ പോരായിരുന്നോ? എല്ലാരും നോക്കിക്കോ. നീ പോകുന്നത് നാശത്തിലേക്കാണെന്ന്. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാവളാണല്ലോ, തുടിച്ചതും അവളെ കാണാനല്ലോ. ബാക്കി വരെ ചെറുപൂക്കു പൂങ്കുല പോലെ വളാടുമ്പോൾ മോഹം പോലും സംഗീതം. പേരെന്താണെന്നറിയില്ല, ഊരെന്താണെന്നറിയില്ല, ഇവളെന്താണെന്നെല്ലാം പാടുന്നു.
ഇവിടെ ഇവന് താളബോധം ഇല്ല, മനസ്സിലായില്ല? താളമില്ല, താളം. ഞാൻ പാടിത്തരാം. ഞാൻ പാടിത്തരാം. ഇതിൽ ഞാൻ എന്തൊരു നീ പോകുന്നത് നാശത്തിലേക്കാണെന്ന് കേട്ടോ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാവളാണല്ലോ എന്നുള്ളത്. വേണ്ട, ഇവന്റെ വോയിസ് ഇല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഞാൻ സിമ്പിൾ ആയിട്ട് രണ്ടുപേരും പാടിത്തരാം. രണ്ടുപേരും കേട്ടോ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവനാണൽ. തെറ്റിപ്പോന്നടാ, കുറെ നാളായിട്ട് പ്രാക്ടീസ് ഇല്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ കനവിൽ കണ്ടൊരു ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവനാണല്ലോ എന്നുള്ള തുടിച്ചതും ഇവളെ കാണാനല്ലോ. അത്രേ ഉള്ളു കാണാനല്ലോ. ചെറുപൂങ്കുല പോലെ ഇവളെത്തുമ്പോൾ മോഹം മൃദുമൗനം പോലും സംഗീതം. തീർന്നില്ലേ? പാടിയല്ലോ. പേരെന്താണെന്നറിയില്ല, ഊരേതാണെന്നറിയില്ല, ഇവളെന്റേതാണെന്നുള്ളം പാടുന്നു. കണ്ട അതാണ്. അത്രേ ഉള്ളു. അത്രേ മതി. തൽക്കാലം അത്രേ മതി. കെണ്ടപ്പട്ടിയെ കെട്ടി കൊള്ളാം കേട്ടോ. കെണ്ടപ്പട്ടിയെ കെട്ടി കൊള്ളാം. ഇവനെ കെട്ടി കൊള്ളാം. ബാബുജി അത്രേ ഉള്ളു. അത്രേ ഉള്ളു. തൽക്കാലം അത്രേ ഉള്ളു. അതാണ് കരയൊക്കെ ഇട്ട് പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സിങ്കാവും. കാട്ടാളന്റെ വീഡിയോ കുറെ പേര് പറഞ്ഞു. കാട്ടാളൻ എന്താണ് കാട്ടിയത് അത് നമുക്ക് നോക്കാം ഗൈസ്. കാട്ടാളൻ പുറത്തിട്ട് നോക്കാം. വെറുതെ റിസ്ക് എടുക്കണ്ട. കാട്ടാളൻ ഗെയിമിംഗ്. എല്ലാ ഗ്യാങ്ങിനെയും അടിച്ചപ്പോൾ നോക്കട്ടെ എന്താണ്, എങ്ങനെയാണ് കാട്ടാളൻ എങ്ങനെയാണ് എല്ലാ ഗ്യാങ്ങിനെയും അടിച്ചത് നമുക്ക് കാണാം. 7 മിനിറ്റ് വീഡിയോടെ കട്ടാള കുറച്ച് ഷോർട്ടാക്കായിരുന്നോ? അപ്പൊ സംഭവം വെച്ചാ നമുക്ക് ഇന്നൊരു വാറിട്ട് അടിക്കാനായിരുന്നു. വാറോ അല്ലെ എന്തേലും അല്ല, അങ്ങനെയാടാ ഗ്യാങ് അലയൻസ് ചെയ്യണം. അടാ FRP ഇപ്പൊ ഇല്ലടാ, നമ്മുടെ മറ്റേ V1 ഇറങ്ങുന്നുണ്ട്. V1 ഇറങ്ങുന്നോണ്ട് ഇവരിപ്പോ എല്ലാം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കാം FRP. ഇപ്പൊ എന്താണേലും പറയാം, എന്തെങ്കിലും വിളിച്ചാൽ എന്താ നിങ്ങളുടെ ഇഷ്ടം. അവരൊന്നും പറയില്ല, പറഞ്ഞാൽ ഞങ്ങൾ നോക്കണം. നിങ്ങളെത്ര പേരുണ്ട്? ഞങ്ങൾ 5 പേരുള്ളൂ. ഞങ്ങളും 5 പേര്. സംഭവം വെച്ചാൽ ഇന്ന് അവന്മാരെ കൊല്ലണം, അത്രേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പറ. അതാ മറ്റേ മര വിളിക്കണം ആരെങ്കിലും. അലിബായി അങ്ങനത്തെ ആൾക്കാരാ. ലാസ്റ്റ് കാണാം. VC-യിൽ എന്താ ലാസ്റ്റ് കാണാം, അത് കുഴപ്പമില്ല. VC-യിൽ എന്താ? ഓ ഹസ്ബൻഡൊക്കെ വന്നിരിക്കുന്നു ഇവിടെ. ഇവരെന്താ വേല കളിക്കുവാണോ?